ഹെബീബ്സ് വെൽക്കം ബാക്ക്. തുലിന്തിൻ്റെ തേർഡ് എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മോക്ക് ഡേൻ്റെ കാലിന് എന്തോ മുറിവ് പറ്റിയത് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ മരുന്നൊക്കെ വെച്ചതിന് ശേഷം റെഡിയല്ലേ എന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. നേരത്തെ വേദന പോലും ഇല്ലെന്ന് പറഞ്ഞാൽ അയ്യോ അതിനെടുക്കുന്നീ എന്ന് പറഞ്ഞ് കറക്കുവാണ്. നല്ല അഭിനയാണെന്ന് മോക്കിന് മനസ്സിലാവുമ്പം എനിക്ക് ഉറക്കം വരുന്നു എന്നായി അടുത്താട് ബയണീക്കെന്ന് പറഞ്ഞ് മോക്ക് കുറെ വിളിക്കുന്നുണ്ട്. എന്നിട്ടും കേൾക്കാത്തപ്പം നീ പെണീക്കുന്നോ അതോ ഞാൻ എൻ്റെ എടുത്തിട്ട് പോണോ എന്ന് പറഞ്ഞ് പിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ പിന്നെ എണീറ്റ് വരുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, ജസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അതാണ് നമ്മുടെ മോക്കിന്റെ ഉദ്ദേശം. ഇയർഫോണ്, ചാർജർ എന്ന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു ചെറിയ ഡ്രോയറിലേക്ക് എടുത്തു വെപ്പിക്കുന്നുണ്ട്. ഇന്നതിലാണെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഷെൽഫിലുള്ള ഡ്രസ്സൊക്കെ കളറിന്റെ അടിസ്ഥാനത്തിൽ അടുക്കി വെക്കാന്ന് പറഞ്ഞ് പോയിട്ട് അലമാര തുറക്കുന്ന സമയത്താണെങ്കിൽ എല്ലാം കൂടെ മേത്തേക്ക് വീഴാണ്. ഒരു ലോഡ് ഡ്രസ്സ് ഉണ്ട്. ഇതാണ്ടിട്ട് മോക്ക് ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ ബാഡ്മിന്റൺ പ്ലെയർ തന്നെയാണോ അതോ വല്ല മോഡലും ആണോ എന്ന്. അത് കഴിഞ്ഞിട്ട് നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളുണ്ടല്ലോ, ചാർജർ, സ്പീക്കർ പോലെയുള്ള കുറെ സാധനങ്ങൾ, അതിൽ ഇന്നത് വേണമെന്ന് മോക്ക് പറയുന്ന സമയത്ത് ഡേ ആ ഒരു ഡ്രോയറിൽ നിന്ന് അതൊക്കെ എടുത്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചാർജർ ഡേ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ചോദിക്കുന്നത് ഇയർഫോൺ ആണ്, പക്ഷെ അവനപ്പോൾ എടുത്തു കൊടുക്കുന്നത് സ്പീക്കറാണ്. അത് കുഴപ്പമില്ല, രണ്ടും കേൾക്കാനുള്ളതാണല്ലോ എന്ന് ഡേ പറയുമ്പം പക്ഷെ അത് ചെവി വെക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് മോക്ക്. ഡേ ആണെങ്കിൽ അതെടുത്ത് ചെവി വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സൺഗ്ലാസസ് ആണ് എടുത്തു തരാൻ പറയുന്നത്. നമ്മുടെ ഡേ തപ്പുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എങ്ങനെ കിട്ടും? മോക്കാണെങ്കിൽ അതെടുത്ത് കണ്ണിൽ വെച്ചുകൊണ്ട് സ്റ്റൈലായിട്ട് നിന്നോണ്ടിരിക്കുകയാണ്. ഡേ കറക്റ്റായിട്ട് മൂക്കിന്റെ മേത്ത് തപ്പി നോക്കുന്നുണ്ട്, അപ്പൊ കിട്ടുന്നുണ്ട്. എന്റേതാണെന്ന് മോക്ക് പറയുന്നുണ്ടെങ്കിലും ഇതെന്റെ തന്നെയാണെന്ന് ഡേ ഉറപ്പിച്ചറിയുന്നുണ്ട്. ഉറപ്പാണെന്ന് ചോദിക്കുമ്പം അതേന്ന് മോക്ക്. അത് കഴിഞ്ഞിട്ട് മോക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡേ ഒരു ടീഷർട്ട് ഇടുവാണ്. അതാണെങ്കിൽ ടൈറ്റാണ്, കഷ്ടപ്പെട്ടിരുന്ന കണ്ടിട്ട് എടാ കുട്ടി അനിയാ ഫോഴ്സ് ചെയ്യാതെന്ന് മോക്ക്. എടാ മൂത്ത ചേട്ടാ നിന്റെ അഭിപ്രായം വേണ്ടെന്ന് ഡേയും. അതേന്ന് ഡേയ്. അത് കഴിഞ്ഞിട്ട് മോക്ക് കണ്ണ് കെട്ടിയിട്ട് ഓരോ ഡ്രസ്സ് ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡ്രസ്സ് എടുത്തിട്ട് മോക്കത് ക്രീം കളറാണെന്ന് പറയുമ്പം അല്ലാതെ പച്ചയാണെന്ന് ഡേയും പറയുന്നു. അങ്ങനെ കണ്ണുറന്നിട്ട് നോക്കുമ്പം ഡേ പറഞ്ഞതാണ് കറക്റ്റ്. എന്തായാലും ഭാഗ്യത്തിന് ചവിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഈ കളി നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് മോക്ക് വേറൊരു ഡ്രസ്സ് എടുക്കുമ്പം അതവനെ തോന്നുന്നത് ഈ സ്പേസ്മാൻ്റെ കോസ്റ്റ്യൂം ആണെന്നാണ്. കണ്ണുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഡിനോസറിന്റെ കോസ്റ്റ്യൂം ആണെന്ന്. ഡേന്റെ ബാഡ്മിന്റൺ ക്ലബില് പാർട്ടിക്കിടുന്ന ഡ്രസ്സാണ് അത്. നിനക്കിത് വേണമെന്ന് ഉറപ്പാണോ? ഇത് നിനക്ക് ഫിറ്റ് ആവോന്ന് മോക്ക് ചോദിക്കുന്ന സമയത്ത് നോക്കാന്ന് എന്തോ ഉള്ളിൽ വെച്ച് പറയുന്ന കണക്ക് ഡേ ഒന്ന് ചിരിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം നമുക്ക് അടുത്ത സീനിൽ നിന്നാണ് മനസ്സിലാവുന്നത്. വേറൊന്നല്ല, ആ കോസ്റ്റ്യൂം മൂക്കിനെയും കൊണ്ട് ഇടിയിച്ചിട്ട് വരുവാണ്. ആ ഒരു കോസ്റ്റ്യൂം എങ്ങനെയാ ഉണ്ടാവാന്ന് ഇവൻ അറിയാലോ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടിരുന്ന് കളിയാക്കി ചിരിക്കുന്നു. എന്നിട്ട് മോക്കിൻ്റെ അടുത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ എടുത്ത് കോമഡി ആയിട്ട് ആക്ഷൻസും കൂടെ കാണിക്കാൻ പറയാണ്. പറയുന്നതല്ലേ, കുറെ നിർബന്ധിക്കുമ്പം ശരിയെന്ന് പറഞ്ഞ് മോക്കും അതേപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോക്ക് ഡേനയും കൊണ്ട് ആ ഒരു കോസ്റ്റ്യൂം ഇടിയിപ്പിച്ച് രണ്ടുപേരും കൂടെ വീടിന്റെ മുറ്റത്തേക്ക് വന്നിട്ട് നമ്മൾ ഈ കണ്ണ് കെട്ടി കളിക്കൂലേ, അതേപോലെ രണ്ടുപേരും കൂടെ കളിക്കുവാണ്. ആദ്യമൊക്കെ നമ്മുടെ ഡേയ്ക്ക് കുറച്ച് എംബാരസ്ഡ് ആയിട്ട് കുറച്ച് പേടി പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാണ്. രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് മടുക്കുന്നവരെ കളിക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ടയേർഡ് ആവുന്നതെന്ന് ഡേ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മൊമെന്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാനും പറയുന്നുണ്ട്. നമ്മുടെ അയോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പം കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടി കഴിയുമ്പം ഈ ഒരു ഫോട്ടോസൊക്കെ നോക്കുമ്പം ഭയങ്കരമായിട്ട് ഓരോ ഹാപ്പിനെസ് കിട്ടൂലേ, അതിന് വേണ്ടിയിട്ട് മോക്കും ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇരിക്കുന്ന സമയത്താണ് വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അത് നമ്മുടെ ഡേന്റെ അമ്മയാണ്. അമ്മ വന്നു പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് ഡേ മോക്കിനെയും കൂട്ടിയിട്ടാണ് പോകുന്നുണ്ട്. അമ്മ അകത്തേക്ക് വരുമ്പോ കാണുന്നത് ഡേ ഇങ്ങനെ ഹാളിലിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുവാണ്. സാധാരണയായിട്ട് ഡേ എപ്പോഴും റൂമിൽ തന്നെയാണല്ലോ ഇരിക്കാറ്. അമ്മ ഡേന്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മോക്ക് ഡേക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. സോസ് എടുത്ത് തരട്ടേന്ന് ചോദിക്കുമ്പം വേണ്ട ഞാൻ തന്നെ എടുത്തോളാന്ന് പറഞ്ഞ് പോയിട്ട് കറക്റ്റായിട്ട് അതെടുത്തോണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മോക്ക് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ അമ്മയെ നോക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതവും ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ തോന്നുവാണ്. അമ്മേന്റെ കൂടെ തന്നെ നൈറ്റും വന്നിട്ടുണ്ടായിരുന്നു. അവനും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഡേ ആ ഒരു സോസ് ഒക്കെ എടുത്തോണ്ട് വന്ന് കറക്റ്റായിട്ട് ഒഴിച്ച് കഴിക്കാൻ നോക്കുമ്പോഴേക്കും ഡേ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് കുറെ ആയല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രൊഫസർ പറഞ്ഞത് അത്
ഡേ തന്നെ വന്ന് സംസാരിക്കണം എന്നാണ്. ഇക്കാര്യം നൈറ്റ് പറയുന്ന സമയത്ത് ഡേക്കാണെങ്കിൽ ഒരുമാതിരി ദേഷ്യമാണ് വരുന്നത്. യൂറോ കണ്ണ് വയ്യാണ്ട് ബാക്കിയുള്ളവരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്താലോ എന്നുള്ള പേടി ഉണ്ടായിരിക്കണം. ഇനി ആ ഭാഗത്തേക്കേ പോകുന്നില്ല, പഠിപ്പൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അമ്മയാണെങ്കിൽ കുറച്ച് നിർബന്ധിക്കുന്ന കണക്ക് അതിൻ്റെ ലൈഫിന് വേണ്ടതാണ്, എന്തായാലും പോണം, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെയുള്ള രീതിക്ക് പറയുന്നുണ്ട്. അമ്മേൻ്റെ കയ്യും തട്ടി മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകത്തില്ലെന്നും പറഞ്ഞ് ഡേ അവിടെ എണീറ്റുവാണ്. എപ്പോഴത്തെ പോലെ റൂമിൽ പോയിട്ട് കഥ കടച്ചിരിക്കുന്ന ഡേൻ്റെ അടുത്തേക്ക് നമ്മുടെ മോക്ക് വന്നിട്ടുണ്ട്. മുന്നേയൊക്കെ ആയിരുന്നെങ്കിൽ മോക്കിനെ ചവിട്ടി പുറത്താക്കിയാനെ. ഇപ്പം നല്ല മാറ്റമുണ്ട്. മോക്കാണെങ്കിൽ ഡേൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ ഫോൺ ഞാൻ നോക്കിയായിരുന്നു, നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ വയ്യാത്തോണ്ടല്ലേ നീ അങ്ങോട്ടേക്ക് പോവാത്തത് എന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. മോക്ക് ഡേൻ്റെ ഫോൺ നോക്കിയപ്പം അതിൽ ഒരുപാട് മെസ്സേജ്, ആയിരക്കണക്കിനൊക്കെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അവർക്ക് നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയെന്ന് മോക്ക് പറയുന്ന സമയത്ത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഈക്വലായിട്ടായിരുന്നു ബില്ല് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഡേൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കടത്തിപ്പെട്ടുപോയത്. അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറി. അവര് ഇവനെ അങ്ങനെ സഹതാപത്തോടെ നോക്കുന്നതിനോട് ഡേക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാത്തത്. മനസ്സിനൊരു കുഴപ്പമുണ്ടെങ്കിൽ സാധാരണയായിട്ട് മോക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാ? പൂജയുടെ അടുത്തേക്ക്. ഇപ്രാവശ്യവും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവര് പരസ്പരം സംസാരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ചായിന്ന്. അതായത് അന്ന് നമ്മുടെ മോക്ക് ജയിലിൽ കിടന്നില്ലായിരുന്നോ, അതിന് ശേഷം ഇവര് ബ്രേക്കപ്പ് ആയിരുന്നു. ആ സമയത്തൊക്കെ അവൻ്റെ ഫ്രണ്ട്സ് പോലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഇവള് മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ബ്രേക്കപ്പ് ചെയ്തു. കാരണം വേറെ ഒന്നല്ല, അവൻ്റെ ലൈഫ് തന്നെ അവന് അവസാനിച്ചു എന്നാണ് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ വെറുതെ അവളെയും കൂടെ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ബ്രേക്കപ്പ് ആയത്. അപ്പം അങ്ങോട്ടേക്ക് വേറൊരു പയ്യൻ വരുന്നുണ്ട്. ആ പയ്യനാണ് പൂജയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട്. ഇവര് ബെറ്റ് വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൻ കളിക്കുന്ന കണ്ടിട്ട് ഇത് ചീറ്റിംഗ് ആണ് എന്ന് മോക്ക് പറയുമ്പം ഹസ്ബൻഡിനെയും വൈഫിനെയും ഒന്നായിട്ട് കണക്കാക്കുക, അതുകൊണ്ട് ഇത് ചീറ്റിംഗ് ഒന്നും അല്ലെന്ന് അവള്. ഇവരെ പ്രപ്പോസ് ചെയ്തെന്ന് തോന്നുന്നു. അവള് റിംഗ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്താ എൻ്റെ അടുത്ത് പറയാത്തേന്ന് പറയുമ്പം നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, മാരേജിന് ആദ്യത്തെ ഇൻവിറ്റേഷൻ നിനക്കായിരിക്കുന്ന അവള്. പിറ്റേന്ന് നമ്മുടെ മോക്ക് ഡേക്കുള്ള ഫുഡും കൊണ്ട് ചെല്ലുന്ന സമയത്ത് അവനാണെങ്കിൽ യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. ആളിന്ന് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോവാണ്. ഒരു ഹെൽപ്പ് ചെയ്തിരുമോന്ന് ഡേ ചോദിക്കുന്നുണ്ട്. വേറെന്നല്ല, മുടി ശരിയാക്കി കൊടുക്കാനാണ്. അങ്ങനെ നമ്മുടെ മോക്ക് ഡേന്റെ മുടിയൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോന്ന് മോക്ക് ചോദിക്കുമ്പം അതിന് എനിക്ക് കാണാൻ പറ്റണ്ടേ, നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് തിരിച്ചു ചോദിക്കാണ്. മോക്കാണെങ്കിൽ കുറച്ചേരം അങ്ങനെയേ നോക്കിയിരിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ. എന്തായാലും അത് കഴിഞ്ഞിട്ട് വെറുതെ അങ്ങ് വിഷയം മാറ്റുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ യൂണിവേഴ്സിറ്റിയിലേക്കും പോകുന്നു. പ്രൊഫസറെ പോയി കാണുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് തനിങ്ങനെ ബ്ലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കിറ്റ് ചെയ്യാനാ വന്നേന്ന്. സാറാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവന് ലീവാണ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതും, ഒരു ലോങ് ലീവ്. സർജറി നടക്കുവാണെങ്കിൽ അവന് പഴയതുപോലെ ആവാൻ പറ്റും. ആദ്യമൊക്കെ പെട്ടെന്ന് നടക്കുന്നതായിരുന്നു അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് കിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഡേ പറയുന്നത്. സാറിനാണെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ട്. രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഇതിനെ തരണം ചെയ്യാന്ന് സാറ് പറയാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് തിരിച്ചു പോവാന്നാണ് ഡേ പറയുന്നത്. ഇങ്ങനെ കോളേജിലേക്കൊന്നും കൊണ്ടുവന്നിട്ട് ചുറ്റി കാണിക്കുന്നില്ലേന്ന് നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്. എവിടെയെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഡേ ആണെങ്കിൽ അവനെയും കൂട്ടിയിട്ട് ലൈബ്രറിയിലേക്കാണ് പോകുന്നത്. കുറേ നേരമായിട്ട് ഡേ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ ബുക്ക് നോക്കുന്നതെന്ന് ചോദിക്കുമ്പം ലാസ്റ്റ് ടു ലെങ്ത് എന്നാണ് പറയുന്നത്, നമ്മുടെ ഈ സീരീസിൻ്റെ പേര്. അത് നോക്കിയിരിക്കുന്ന സമയത്താണ് ഡേൻ്റെ ഫ്രണ്ട്സ് അതിലേ പോകുന്നത് കാണുന്നത്. അപ്പോൾ അവൻ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് മോക്ക് അവനെ മറിഞ്ഞു നിൽക്കുന്നു. അവർ പോയി കഴിയുന്ന സമയത്ത് മോക്ക് ഡേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ലൈബ്രറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനൊരു ബുക്ക് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ ഇല്ലെന്നാണ് അവിടെ നിന്ന് പറയുന്നത്. മോക്കിത് ഡേൻ്റെ അടുത്തും പറയുന്നുണ്ട്. അവന് വായിക്കുന്ന ഒരുപാട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഡേ ആണെങ്കിൽ അത് ചോദിച്ചതും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വായിക്കുന്ന ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം ബുക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതും ആലോചിച്ച് വിഷമിച്ചേക്കുമ്പം അതിന് ബുക്ക് വായിക്കാനുള്ളത് മാത്രമാണെന്ന് ആരാ പറഞ്ഞെന്നും ചോദിച്ച് ഈ ബുക്കിൻ്റെ ഓഡിയോ ഉണ്ടല്ലോ അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെക്കനെയും കൂട്ടിയിട്ട് പോവാണ്. മൂക്ക് ചെയ്തത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഡേക്ക് ഒരുപാട് അങ്ങനെ മറ്റൊരാൾ വായിച്ചു തരുന്നത് ഇഷ്ടമല്ല. കണ്ണ് കാണാണ്ടായതിനു ശേഷം എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട്. ആൾക്കാരുടെ സംസാരം കേട്ടിട്ട് തന്നെ, അവരുടെ വോയിസ് കേട്ടിട്ട് തന്നെ അവരെത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് പറയുന്ന സമയത്ത് അപ്പം ഞാൻ എങ്ങനത്തെ ആളാണെന്ന്
മോക്ക് ചോദിക്കാണ്. ലിപ്സ് റീഡ് ചെയ്തോളാനും പറഞ്ഞ് നമ്മുടെ ഡേയും പറയുന്നതോ തെമ്മാടിന്ന്. കറക്റ്റായിട്ട് നമ്മുടെ ചെക്കൻ അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. അവിടുന്ന് ഡ്രിങ്ക്സ് എടുക്കാൻ നിൽക്കുവാണ്. മോക്ക് ഡേനയും കൊണ്ട് തന്നെയാണ് അത് സെലക്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അതെടുത്ത് കുടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമാണ്. എന്നാൽ ഇവരിങ്ങനെ കാര്യമായിട്ടുള്ള കാര്യം മിക്സ് ചെയ്ത് പറയുമ്പോൾ നമുക്കിത് പറഞ്ഞല്ലേ പറ്റും. അങ്ങനെ ആ ഒരു ഡ്രിങ്ക്സ് കുടിച്ച് ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മുടെ ഡേന്റെ അടുത്ത് മോക്ക് ചോദിക്കുന്നുണ്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പിൽ പോയിട്ട് ഈ ലാസ്റ്റ് തുലിങ്ത് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടോന്ന് ഒന്ന് നോക്കിയാലോ എന്ന്. അതവിടെ ഇല്ലെങ്കിൽ പണിയിട്ടെന്ന് നമ്മുടെ ചെക്കൻ പറയുന്നുണ്ടെങ്കിലും പിന്നെ മോക്കിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പയ്യന്മാർ രണ്ടും കൂടെ എസ്കലേറ്ററിൽ പോകുന്നുണ്ട്. കുറെ നേരം സംസാരിച്ചാണ് പോകുന്നത്. ട്രെയിനിലും കയറുന്നുണ്ട്. നോക്കുമ്പം അവിടെ സീറ്റൊന്നും ഇല്ല. എന്നാ പിന്നെ പോയി ചോദിക്കാന്ന് പറഞ്ഞ് മോക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത്, വേണ്ട, എനിക്ക് കണ്ണേ കാണാത്തുള്ളൂ, കാലിന് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ നിന്നോളാം, നീ എൻ്റെ അടുത്ത് തന്നെ നിന്നാൽ മതി എന്ന് ഡേ പറയാണ്. ഓക്കേന്ന് മോക്ക്. അങ്ങനെ നമ്മുടെ ചെക്കൻ്റെ കൈയും പിടിച്ചാണ് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പം ലേശം മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും ഉള്ളത്. ആദ്യം ഒരു തുണിക്കടയിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ബേ 1 get 1 ഓഫർ ഉണ്ട്. നമ്മുടെ ഡേ ആണെങ്കിൽ ബ്ലൈൻഡ് ആയതിനു ശേഷം ഇതുവരേക്കും സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര കാര്യമായിട്ടാണ് ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ മോക്കും ലേശം ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. ആള് ഭയങ്കര കാര്യമായിട്ട് ഡേനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടീഷർട്ട് എടുക്കുന്നു. ഒരു പിങ്ക് കളറ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അതൊന്ന് നോക്കി ചിരിച്ച് നേരെ അത് നമ്മുടെ ഡേക്ക് കൊണ്ട് കൊടുക്കണേ. ഇതിനൊക്കെ നന്നായിട്ട് ചേരുന്നു പറഞ്ഞു. നൈസായിട്ടുള്ള തുണിയാണ്, അവന് ഫിറ്റ് ആയിരിക്കും, വീട്ടിലിടാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഡേയും അത് മേടിച്ച് നോക്കിയിട്ട്, നീ എന്നെ പ്രാങ്ക് ചെയ്യല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലില്ല, കാര്യമായിട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നൊക്കെയാണ് നമ്മുടെ മോക്ക് പറയുന്നത്. അങ്ങനെ ആ ഡ്രസ്സും വേറെ ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട്. അതും എടുത്ത് നേരെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പോവാണ്. ഡേ ഡ്രസ്സ് മാറുന്നത് ആദ്യമായിട്ടാണല്ലോ മോക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലേശം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. നോക്കുമ്പം ഡേ എടുത്ത ഡ്രസ്സിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആള് നടക്കുന്നതിനെ കൂട്ടൊരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നിനക്ക് ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം അതെ ഇതെനിക്ക് നന്നായിട്ട് തന്നെ ചേരുന്ന ഡേയും. മോക്ക് ചോദിക്കുന്നുണ്ട്, ബേ 1 get 1 ആയതുകൊണ്ട് 2 ഉണ്ടല്ലോ, അപ്പൊ മറ്റേത് ഞാൻ എടുത്തോട്ടേന്ന്. എടുത്തോ, അത് നിനക്ക് വേണ്ടി തന്നെ മേടിച്ചത് എന്ന് ഡേയും പറയുന്നു. അങ്ങനെ നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് ഇടാൻ നോക്കാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് മോക്ക് മേടിച്ച് അതിട്ടും കൊടുക്കുന്നുണ്ട്. നേരത്തെ ലേശാണ് ഡിസ്റ്റർബ്ഡ് ആയെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്റ്റർബ് ആവാണ്. അത് മോക്കിന്റെ കണ്ണീന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡേ ആണെങ്കിലും ലേശം ഒന്ന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. മോക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ ഷർട്ട് ഇടുന്ന ബട്ടൺസ് ഇടുന്ന സമയത്ത് പതിയാണ് ഇടുന്നത്. അപ്പൊ നമ്മുടെ ചെക്കനാണെങ്കിൽ കൈ കയറി പിടിക്കും കൂടെ ചെയ്യാണ്. ഈ ഡ്രസ്സ് വേണ്ട, നേരത്തെ ഇട്ടിരുന്ന ആ ഒരു ടീഷർട്ട് മതി എന്ന് പറയാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് അത് ഇടിച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോക്ക് ആ പിങ്ക് ടീഷർട്ടും പിടിച്ചോണ്ട് നേരെ ആ ഒരു ബുക്ക് സ്റ്റോളിലേക്കാണ് വരുന്നത്. അവിടെ പോയിട്ട് ലാസ്റ്റത്തെ ലെങ്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അത് ഉണ്ട് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. പക്ഷെ തപ്പിയെടുക്കാൻ കുറച്ച് പാടാണ്, പിന്നെ അങ്ങനെ വരാൻ പറയാണ്. ഓക്കെ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഡേന്റെ ഫേസ് ഒന്ന് വാടുന്ന കണ്ടിട്ട് കുഴപ്പമില്ല, അത് എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾ എന്നെ തപ്പി കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കന്മാര് നേരെ അകത്തേക്ക് ഇരിക്കുവാണ്. അങ്ങനെ രണ്ടുപേരും തപ്പുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം നമ്മുടെ മോക്കിനാണ് ആ ബുക്ക് കിട്ടുന്നത്. അവൻ നോക്കുമ്പം നമ്മുടെ ഡേ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പൊ അവൻ അടുത്തെടുക്കേണ്ട ബുക്കിന്റെ അവിടെ ഈ ബുക്ക് എടുത്ത് വെക്കുവാണ്. ഡേ നോക്കിക്കൊണ്ടിരുന്ന ബുക്ക് മാറ്റിയിട്ട് അടുത്ത ബുക്ക് എടുക്കുമ്പം ലാസ്റ്റ് ലിങ്ക്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇത് കാണുന്ന മോക്കിനാണെങ്കിൽ അതിലും സന്തോഷം. കടേന്റെ ഓണർ വന്ന് നോക്കുന്നുണ്ട്. സംഭവം ശരിയാണ്, പക്ഷെ ലാസ്റ്റത്തെ ഒരു പേജ് മാത്രം മിസ്സിംഗ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാ എൻഡിങ് അറിയാന്ന് മോക്ക്. സാരമില്ല, ഞാനത് മേടിച്ചോളാം, ഇത് ഇത്രയും വായിച്ച് തീർക്കുമ്പോഴേക്കും പുതിയൊരെണ്ണം മേടിക്കാലോ എന്ന് നമ്മുടെ ചെക്കൻ പറയാണ്. എത്രയാണെന്ന് ചോദിക്കുമ്പം 350 bucks ആണെന്ന് കടക്കാരൻ. മോക്കും കടക്കാരനും കമ്പനിയാണല്ലോ. മോക്കിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് 500 bucksന് തരാന്നറിയാണ്. ആളുടെ തമാശ അവർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. 300 bucksനാണ് ബുക്ക് കൊടുക്കുന്നത്. ബുക്കൊക്കെ മേടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നേരത്തെ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി ഉണ്ടോന്ന് ചോദിച്ച് അത് മേടിച്ച് കുടിക്കുന്നുണ്ട്. നോക്കുമ്പോ അത് തീർന്നുപോയി. അപ്പുറത്ത് തന്നെ ഒരു കടയുണ്ട്, നമുക്ക് പോയി മേടിച്ചിട്ട് വന്നാലോ എന്ന് മോക്ക് പറയുന്ന സമയത്ത് ഇല്ല, അവിടെ ഭയങ്കര ആൾക്കൂട്ടം ഇല്ലേ, ഞാനില്ലാന്ന് പറയാണ്. ശരി, നീ ഇവിടെ നിൽക്കുന്ന പറഞ്ഞ് ഒരു തുണിലേക്ക് ചായ നിർത്തിച്ചിട്ട് മോക്ക് വെള്ളം മേടിക്കാൻ വേണ്ടി പോവാണ്. അവൻ പോകുന്ന സമയത്താണ് കാണുന്നത് പൂജന്റെ ബോയ് ഫ്രണ്ട് വേറൊരു പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത്.
അതും ആ പെണ്ണിന്റെ ബട്ടക്സിലൊക്കെ പിടിച്ചിട്ടാണ് ആ ചെക്കൻ നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് ആരെ പെണ്ണെന്ന് മോക്ക് ചോദിക്കുമ്പം അനിയത്തിയാണ് എന്ന് പറച്ചിലും കൂടെ. അങ്ങനെ ഇവര് തമ്മില് ഭയങ്കരമായിട്ട് അടി വെക്കുവാണ്. ഇതേ സമയത്ത് ഡേ ആണെങ്കിൽ ഒന്നാമത് പേടിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഒരാൾ വന്നിട്ട് അതും വണ്ടി ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് മാറാൻ പറയാണ്. മാറുന്ന സമയത്ത് അവൻ്റെ അടുത്ത് നിന്ന് കുപ്പിയും താഴെ പോന്നു. അപ്പൊ അടുത്ത ആൾ വന്നിട്ട് മാറാൻ പറയണം. അങ്ങനെ ഇവൻ കറക്റ്റായിട്ട് റോഡിന്റെ നടുക്കാണ് ഇപ്പൊ പോയി നിൽക്കുന്നത്. ഡേക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എവിടെയാ നിൽക്കുന്നതെന്ന് പോലും അവനറിയത്തില്ല. കുറച്ചു നേരത്തെ സ്ട്രഗിളിന് ശേഷമാണ് റോഡിന്റെ സൈഡിലേക്ക് മാറി നിൽക്കുന്നത്. അപ്പൊ രണ്ടുപേരും വന്നിട്ട് അവനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡേ എന്തോ ചോദിക്കാൻ വരുമ്പോഴേക്കും അവരവരുടെ പാട്ടിന് പോവാണ്. ഡേ ആണെങ്കിൽ ആകെപ്പാടെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതേ സമയത്ത് മോക്കാണെങ്കിൽ ആ ചെറുക്കനെ ഭയങ്കരമായിട്ട് അടിക്കുവാണ്. ആ ചെക്കൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. കടക്കാരനാണ് രണ്ടിനെയും പിടിച്ച് മാറ്റി നിർത്തുന്നത്. ഒരു വിധത്തില് പിടിച്ചു നിർത്തിയിട്ട് ഈ സാധനങ്ങളൊക്കെ നശിപ്പിച്ചതിന് ആരാ പൈസ തരുന്നതെന്ന് ചോദിക്കുമ്പം ആ സമയത്താണ് നമ്മുടെ ചെക്കൻ ആലോചിക്കുന്നത് ഡേന്റെ കാര്യം. കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം ആ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇവൻ നേരെ ഡേനെ അന്വേഷിച്ചു വരാണ്. നോക്കുമ്പം ഡേനെ നിർത്തിയ സ്ഥലത്ത് അവനെ കാണുന്നില്ല. ആകെപ്പടെ പേടിയാവുന്നുണ്ട്. ഡേന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പം ആ ഫോണും മോക്കിന്റെ കയ്യിലാണ് ഉള്ളത്. ആകെപ്പടെ പേടിച്ച് ഡേന്റെ പേര് വിളിച്ച് അതിലെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ കാണുന്നില്ല. ഇതേ സമയത്ത് ഡേ ആണെങ്കിൽ നേരെ നടന്നുകൊണ്ടിരിക്കാണ്. അവൻ എവിടെയാ ഉള്ളതെന്നൊന്നും അറിയത്തില്ലല്ലോ. കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. അവൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ അവരാരും കേൾക്കുന്നുമില്ല. ഒരു പെണ്ണ് ഡേനെ തട്ടിയിട്ട് അവൻ താഴെ വീഴുവാണ്. ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവന്റെ ചുറ്റും കൂടി നിൽക്കുന്നു. ഇവനാണെങ്കിൽ ഒന്നാമത് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഡേന്ന് മോക്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മോക്കിനെ ഇവനെ വിളിക്കുന്നു. ആ സമയത്ത് ഡേക്ക് മോക്കിനെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് 100% വിഷ്വലില് കാണാൻ പറ്റുവാണ്. സാധാരണയായിട്ട് മങ്ങിയല്ലേ കാണുക. ഇത്രയും നേരം ബാക്കിയുള്ളവരെ പോലും അവൻ അങ്ങനെയാണ് കണ്ടത്. ഇപ്പൊ മോക്കിനെ മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവാണ്. ഡേനെ ഒന്ന് നേരെ കാണുമ്പോഴാണ് മോക്കിന് ആശ്വാസമാവുന്നത്. അവൻ ഓക്കെ ആണെന്ന് ചോദിച്ച് പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറ്റിയതിന് സോറിയും ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയിരുന്നു. പരസ്പരം കണ്ടതിൽ അത്രത്തോളം ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. നൈറ്റായിട്ടും ഡേനെ കാണാഞ്ഞിട്ട് ഡേന്റെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഡേയും മോക്കും കൂടെ വരുന്നുണ്ട്. നോക്കുമ്പോൾ മോക്കിന്റെ മുഖത്തൊത്തം മുറിവ് പറ്റിയ പാടാണ്. എന്തോ കാര്യമായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നമ്മയ്ക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഡേന്റെ അടുത്ത് അവൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ലേറ്റ് ആയതിന് അമ്മ മോക്കിനെ വഴക്കുറയാൻ വരുമ്പോഴേക്കും ഡേ പറയുന്നുണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒരു ബുക്ക് മേടിക്കാൻ വേണ്ടി പോയായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്, മോക്കിന്റെ കുറ്റമൊന്നും അല്ലെന്ന്. കുറെ കാലമായിട്ട് അറിയാവുന്ന ആളുമായിട്ട് ചെറിയൊരു ഫൈറ്റ് ഉണ്ടായെന്ന് മോക്ക് പറയുമ്പം ചെറിയൊരു ഫൈറ്റോ കണ്ടാലും പറയും, നീ ഇവിടെ ജോലിക്ക് വരുന്നതിന് മുന്നേ തന്നെ നിന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തില് ഞാൻ ചെക്ക് ചെയ്തതാണ്, നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചിട്ടുള്ളതെന്ന് ഞാനായിട്ട് പറയണോന്ന് അമ്മ ഒരുമാതിരി രീതിക്ക് പറയുമ്പം അടിക്കേസില് ജയിലിലായിരുന്നു എന്നുള്ള കാര്യം മോക്ക് തന്നെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നൈറ്റ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ മോക്ക് ഇത് പറയുന്നത് ഡേനെ നോക്കിയിട്ടാണ്. അമ്മ മോക്കിന്റെ അടുത്ത് നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാണ്. പുതിയൊരു കെയർ ടേക്കറെ ഹയർ ചെയ്യാന്ന് ഡേന്റെ അടുത്തും പറയുന്നു. പക്ഷെ ഡേ പറയുന്നത് മോക്കിനെ തന്നെ മതി എന്നാണ്. എല്ലാ കെയർ ടേക്കേഴ്സിലെയും വെച്ചിട്ട് ഇവ മാത്രമാണ് എൻ്റെ അടുത്ത് സഹതാപം കാണിക്കാത്തത്. ഞാൻ ഡിസേബിൾ ആണെന്ന് ഫീല് ചെയ്യിപ്പിക്കാത്തൊരാള് ഇവനാണ്, അതുകൊണ്ട് ഇവൻ തന്നെ മതി എന്നാണ് നമ്മുടെ ചെക്കൻ പറയുന്നത്. എന്നിട്ട് മോക്കിനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. അമ്മേൻ്റെ അടുത്ത് നൈറ്റും പറയുന്നുണ്ട് ഇവൻ അത്ര കുഴപ്പമുള്ള ആളൊന്നും ആയിട്ട് തോന്നില്ല എന്ന്. മോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൂമിൽ ചെന്നിട്ട് നമ്മുടെ മോക്കാണെങ്കിൽ അന്ന് നടന്ന കാര്യം പറയാൻ തുടങ്ങുവാണ്. അത് പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഡേയും തിരിച്ചു നോക്കിയാണ്. എന്നിട്ട് മോക്കിൻ്റെ അടുത്ത് കട്ടിലേൽ വന്നിരിക്കാൻ പറഞ്ഞ് അവൻ്റെ ഫേസിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് മുറിവിലാണ് കറക്റ്റായിട്ട് പിടിക്കുന്നത്. ചെക്കന് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മോക്കാണെങ്കിൽ നേരത്തെ ഡേ മോക്കിന് വേണ്ടി സംസാരിച്ചായിരുന്നല്ലോ, അതിന് താങ്ക്സ് പറയാണ്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോന്നല്ല, ആദ്യമായിട്ട് ഞാൻ പുറത്തു പോയിട്ട് എൻ്റെ കെയർ ടേക്കറിനെ അതും കൊണ്ട് ഫയർ ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ഡേ പറയാണ്. അവൻ പറയുന്ന കേട്ടിട്ട് നല്ല പച്ച കള്ളവാ പറയുന്നതെന്ന് നമ്മുടെ മോക്കിന് മനസ്സിലാവുന്നുണ്ട്. മോക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ഡേ ചോദിക്കുന്നുണ്ട് ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന്. സാധാരണയായിട്ട് ഒരു ബുക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബേക്കിലുള്ള ആ ഒരു കുറിപ്പുണ്ടല്ലോ, അത് ഡേ വായിച്ചു നോക്കാറുണ്ട്. അതേപോലെ മോക്കിൻ്റെ അടുത്തൊന്ന് വായിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് തന്നെ ഓക്കെയും പറഞ്ഞ് അത് വായിക്കാനും തുടങ്ങുവാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് തുലിങ്ത് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ സൂര്യാസ്തമയ സമയത്തും സൂര്യോദയ സമയത്തും ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ലൈറ്റ് സൂര്യൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്.
അത് കാണാനും അത്രയ്ക്ക് ഭംഗിയാണ്. ഒരു പ്രത്യേക ഫീൽ കിട്ടും. ഇവിടെ നമ്മുടെ മോക്ക് ആ ബേക്കിലുള്ള ആ ഒരു കുറിപ്പ് വായിച്ചതിന് ശേഷം ഗുഡ് നൈറ്റ് എന്നും കൂടെ പറയുവാണ്. ഗുഡ് നൈറ്റ് സ്വന്തം കയ്യിൽ നിന്ന് മോക്ക് എടുത്തിട്ടാണോ എന്ന് അറിയാണ്ട് ഡേ ആണെങ്കിൽ കുറച്ച് നെർവസ് ആവാണ്. ഇത് കണ്ടിട്ട് മോക്ക് പറയുന്നുണ്ട്, ഇതിലുള്ള തന്നെയാണ് ഗുഡ് നൈറ്റ്, അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞാണെന്നാണോ വിചാരിച്ചേന്ന്. ഡേക്ക് ഇത് കേട്ടിട്ട് ഫീൽ ആയിട്ടാണോ അതോ നെർവസ് ആയിട്ടാണോ എന്തോ, നീ വായിച്ചു കഴിഞ്ഞല്ലേ എന്നാ പിന്നെ പൊക്കോളാൻ പറയാണ്. ആ ബുക്കും കൊടുത്ത് ശരി ഓക്കെ ബൈ എന്നും പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ ആ ഒരു ബുക്ക് എടുത്തിട്ട് നോക്കുന്നുണ്ട് ഇനിയിപ്പോ അഥവായില് ഗുഡ് നൈറ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ടോന്ന്. ബേക്കിൽ നോക്കുമ്പം കാണുന്നില്ല. തൊട്ടിപ്പുറത്തെ പേജ് മറിച്ച് നോക്കുമ്പം അതിൽ ഒറിജിനലി ഗുഡ് നൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവനിങ്ങനെ ഒരുമാതിരി അത് നോക്കിയിരിക്കുന്ന സമയത്ത് എന്താ ഡിസപ്പോയിന്റഡ് ആയി പോയോ എന്ന് ഒരു സൗണ്ട് കേൾക്കാണ്. നോക്കുമ്പം മോക്കുണ്ട് പോവാണ്ട് അവിടെ ഒരു സൈഡില് മാറി നിൽക്കുവാണ്. എന്തുകൊണ്ടാന്നറിയില്ല, ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി. ലേശം ചമ്മിക്കൊണ്ട് നിന്റെ അടുത്ത് ഞാൻ പോവാൻ പറഞ്ഞതല്ലേ എന്ന് ഡേ പോന്ന് പറഞ്ഞ് ഇറക്കിയിടാണ്. പോവാൻ നിന്ന മോക്ക് പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് ഗുഡ് നൈറ്റ്, ഇത് ആരും എഴുതിയതൊന്നല്ല എൻ്റെ അടുത്ത് തന്നെയുള്ളതാണെന്ന് പറയാണ്. നിന്റെ അടുത്തല്ലേ പോവാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഡേ ആണെങ്കിൽ അവനെ ഇറക്കി വിടുന്നു. മോക്ക് പോയിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡേ ഒന്ന് ചിരിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. അതേപോലെ തന്നെയാണ് മോക്കും പോകുന്ന സമയത്ത് ആ ഒരു ടീഷർട്ട് നോക്കിയിട്ട് ഇതൊക്കെ ആരിടാനാ, എൻ്റെ ബാഡ് ബോയ് ഇമേജ് മൊത്തത്തിലങ്ങ് പോവും എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നേരത്തെ കടയിൽ നിന്ന് മോക്ക് പറഞ്ഞ കാര്യം ഇതും ആലോചിച്ച് ആളൊന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് 3ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. എന്തോ ഈ സീരീസ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു.